നമസ്കാരം. അപ്പോൾ 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള 20 ഡേയ്സ് ചാലഞ്ചിന്റെ 7ാമത്തെ ദിവസമാണ്. അങ്ങനെ നമ്മൾ 7ാമത്തെ ദിവസത്തിലേക്ക് കടന്നെത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ എടുത്ത കാര്യങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് റിവിഷനൊക്കെ ചെയ്ത് ഇരിക്കുകയാണെന്ന് കരുതുകയാണ്. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡേ 1 മുതൽ കറക്റ്റ് ആയിട്ട് പഠിച്ച് ഫോളോ ചെയ്തോളാം. ഇതിന്റെ ക്ലാസ് നോട്ട്സ് അതുപോലെ തന്നെ എക്സാം ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനൽ വഴിയാണ് നൽകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കമന്റിൽ കൊടുത്തു വെച്ചേക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ടൈം ടേബിളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫിയാണ്. ഈ ഒരു 2-3 ദിവസം നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയാണ് അങ്ങ് പഠിച്ചെടുക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാലോ 10 മാർക്കാണ് ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു 2-3 ദിവസം കൊണ്ട് അങ്ങ് നമ്മൾ പൂർണ്ണമായിട്ട് പഠിച്ചെടുക്കാൻ പോവാണ്. അപ്പൊ കൂടെ കൂടി കറക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ആ ഒരു സമയത്ത് തന്നെ ആ കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് നോക്കുക. സയൻസ് പോലെയല്ല, നമുക്ക് 1-2 തവണ ഒക്കെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്നത്. അങ്ങനെ വലിയ ആഴത്തിലോട്ടൊന്നും ചോദ്യങ്ങൾ ചോദിക്കൂല. അപ്പൊ കൂടെ തന്നെ പഠിക്കാൻ തയ്യാറായി ഇരുന്നോളാം. നമുക്ക് എന്ത് ചെയ്യാം, സമയം കളയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് നോക്കാം. ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. നമുക്ക് പരീക്ഷയിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഇതിലൂടെ പരിചയപ്പെടും. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന ചോദ്യങ്ങളും മുൻ വർഷങ്ങളൊക്കെ ചോദിച്ച ചോദ്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓരോരോ ഫാക്ട് ആയിട്ടാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങളും പഠിച്ചു പോവാം. നമുക്ക് നോക്കാം. ആദ്യത്തെ പോയിന്റ് പറയുന്നത് ഇന്ത്യയുടെ ആകെ വിസ്തീർണം. മുന്നേ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ വിസ്തീർണം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എത്രയാണത്? 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത്. എത്രയാണ്? 32,87,263 ചതുരശ്ര കിലോമീറ്റർ. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് എത്രയാ വരുന്നത്? 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇനി അത്രയൊന്നും പഠിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 32 ലക്ഷമാണെന്നെങ്കിലും എന്ത് ചെയ്യുക, ഓർത്തു വെച്ചേക്കാം. എത്രയാണ്? 32 ലക്ഷമാണെന്ന് മനസ്സിലുണ്ടായാൽ മതി. ഇനി അടുത്തത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ, ലോക ജനസംഖ്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 1ാം സ്ഥാനമാണ് അല്ലെ. നമ്മൾ ചൈനയൊക്കെ പിന്തള്ളിക്കൊണ്ട് നമ്മളിപ്പോ 1ാം സ്ഥാനത്തോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം വലുപ്പത്തിൽ എത്രാം സ്ഥാനമാണ്? 7ാം സ്ഥാനമാണ്. ഓർത്തു വെച്ചേക്ക. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ അത് എത്രയാണ്? 7ാം സ്ഥാനമാണ്. അപ്പൊ അവിടെ ഒരു സംശയം ഉണ്ടാകും, 1ാം സ്ഥാനത്ത് ഏത് രാജ്യമാണെന്ന് അല്ലെ. ഏതാണ് ആ രാജ്യം? റഷ്യയാണ്. അപ്പൊ ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ്? റഷ്യയാണ്. അത് കഴിഞ്ഞിട്ടാണ് കാനഡ വരുന്നത്. റഷ്യ, കാനഡ, ചൈന. അതാണ് ഒരു ഓർഡർ ഇട്ട. ആ 3 എങ്കിലും ഒന്ന് ഓർത്ത് വെച്ചേക്ക. റഷ്യ, കാനഡ, ചൈന. അത് കഴിഞ്ഞിട്ടാണ് US വരുന്നത്. പിന്നെയാണ് ബ്രസീൽ. അത് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയ, പിന്നെ നമ്മുടെ ഇന്ത്യ. ഓക്കെ, അപ്പൊ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക രാജ്യങ്ങളില് വലുപ്പത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചോദിച്ചാൽ റഷ്യയാണ്. 7ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ റഷ്യ കഴിഞ്ഞാൽ പിന്നെ വരുന്ന രാജ്യം കാനഡയാണ്. പിന്നെയാണ് ചൈന വരുന്നത്. 7ാം സ്ഥാനത്താണ് ആരുള്ളത്? നമ്മുടെ ഇന്ത്യ ഉള്ളത്. ഓർത്തു വെക്കണേ, കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കാം. ഇനി അടുത്തത് ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ എത്രയാണത്? 2.42%. അതായത് മൊത്തം ലോകത്തിന്റെ ഭൂവിസ്തൃതി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇന്ത്യയുടെ ഭൂവിസ്തൃതി എന്ന് പറയുന്നത് എത്ര മാത്രമേ ഉള്ളൂ? 2.42% മാത്രമാണ് അല്ലെ. 2.42% മൊത്തം ലോക ഭൂവിസ്തൃതിയുടെ അതിലുള്ള ഇന്ത്യയുടെ ഭൂവിസ്തൃതി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? എത്രയാണ്? 17%. ഓർത്തു വെച്ചേക്ക. ഇന്ത്യൻ ജനസംഖ്യ എന്ന് പറയുന്നത് ലോക ജനസംഖ്യയുടെ 17% ഇന്ത്യൻ ജനസംഖ്യ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ 1ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. അപ്പൊ ആ കാര്യങ്ങൾ അവിടെ ഓർത്തു വെച്ചേക്ക. എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന് നമ്മൾ പറഞ്ഞു, ഇന്ത്യൻ ഭൂവിസ്തൃതി എന്ന് പറയുന്നത് ലോക ഭൂവിസ്തൃതിയുടെ 2.42%. അതുപോലെ ഇന്ത്യൻ ജനസംഖ്യ എന്ന് പറയുന്നത് ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? 17%. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് എപ്പോഴും പരീക്ഷയിൽ ചോദിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ചോദിക്കാറുണ്ട്. എത്രയാണത്? 8°4'നും 37°6'നും ഉത്തര അക്ഷാംശമാണ് നമ്മുടെ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ എത്രയാണ്? 8°4'നും 37°6 ഉത്തര അക്ഷാംശമാണെന്നും കൂടി ഓർത്തു വെച്ചേക്കാം. അപ്പം ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എന്താണ്? 8°4, 37°6 അല്ലെ. ഇത് ഓർത്തു വെക്കാൻ വലിയ പാടില്ല. 8ന്റെ പകുതിയാണ് 4 എന്ന് പറയുന്നത്. അപ്പൊ 8°4'നും 37°6'നും ഇടയിലാണ് നമ്മുടെ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത്. എന്താണ്? ഉത്തര അക്ഷാംശമാണെന്നും കൂടി ഓർത്തു വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം ചോദിച്ചാൽ അതെങ്ങനെയാണ്? 68°7'നും
ഡിഗ്രി 27 ഇടയിലാണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? പൂർവ്വ രേഖാംശത്തിലാണ് കേട്ടോ. പൂർവ്വ രേഖാംശം 68 ഡിഗ്രി 7 ഡിഗ്രി 25 ഇടയിലാണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കണേ. ഇനി അടുത്തത്, ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തിയും രേഖാംശീയ വ്യാപ്തിയും എത്ര ഡിഗ്രിയാണ്? ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തിയും രേഖാംശീയ വ്യാപ്തിയും ചോദിച്ചാൽ അത് എത്രയാണ്? 30 ഡിഗ്രി. എത്രയാണ്? 30 ഡിഗ്രി. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തിയും രേഖാംശീയ വ്യാപ്തിയും തമ്മിൽ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ ഇത്ര എടുത്ത കാര്യങ്ങൾ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് റിവൈസ് ചെയ്തേ. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ആദ്യം നമ്മൾ പഠിച്ചത് ഇന്ത്യയുടെ വിസ്തീർണമാണ്. അത് നമ്മൾ പഠിച്ചുല്ലേ? നമുക്കറിയാം 32 ലക്ഷത്തി എത്രയോ ആണെന്ന് അറിയാം. എത്രയായിരുന്നു അത്? 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയായിരുന്നു? ഒന്ന് കണ്ണടച്ച് ആലോചിക്കുക. എത്രയായിരുന്നു? 7ാം സ്ഥാനമാണ് അല്ലെ? 1ാം സ്ഥാനത്താണ് റഷ്യ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? കാനഡ. പിന്നെയാണ് ചൈന വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യൻ ഭൂവിസ്തൃതി എന്ന് പറഞ്ഞാൽ ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമായിരുന്നു? എത്രയായിരുന്നു? 17% അല്ലെ? 17 ജനസംഖ്യയാണ്. ഇതെത്രയാണ്? 2.42%. അപ്പൊ മൊത്തം ഭൂവിസ്തൃതി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇന്ത്യയുടെ ഭൂവിസ്തൃതി എന്ന് പറയുന്നത് എത്രയാണ്? 2.42%. ജനസംഖ്യയാണെങ്കിൽ അത് എത്രയാണ്? 17%. അതായത് മൊത്തം ലോക ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ അതിലെ 17% എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിലാണ്. അതുപോലെ നമ്മൾ പഠിച്ചു ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? 8 ഡിഗ്രി 4 37 ഡിഗ്രി 6 ഉത്തര അക്ഷാംശമാണ് വരുന്നത്. ഇനി രേഖാംശ സ്ഥാനം ചോദിച്ചാൽ അത് എത്രയായിരുന്നു? 68 ഡിഗ്രി 7 97 ഡിഗ്രി 25 പൂർവ്വ രേഖാംശമാണ്. അതും കൂടി അവിടെ ഓർത്തു വെച്ചേക്കാം. അതുപോലെ തന്നെ ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തിയും രേഖാംശീയ വ്യാപ്തിയും എത്രയാണ്? അതെത്രയാ നമ്മൾ പറഞ്ഞത്? 30 ഡിഗ്രിയാണ്. ഇത്രയും കാര്യങ്ങൾ മെമ്മറിയിൽ ഉണ്ടല്ലോ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളവും അതുപോലെ തന്നെ കിഴക്ക് പടിഞ്ഞാറ് ദൂരവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് നോക്കാം. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം ചോദിച്ചാൽ അത് എത്രയാ വരുന്നത്? 3214 കിലോമീറ്റർ ആണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള നീളം നോക്കിക്കഴിഞ്ഞാൽ എത്രയാ വരുന്നത്? 3214 കിലോമീറ്റർ ആണ്. ഓർത്ത് വെച്ചേക്കണേ. 3214 അല്ലെ? നല്ലൊരു നമ്പർ ആണ്. 3214 എല്ലാ നമ്പറും ഉണ്ട്. അപ്പൊ 3214 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം നോക്കിക്കഴിഞ്ഞാൽ അത് എത്രയാണ് വരുന്നത്? അത് അത്ര അങ്ങോട്ട് വരൂല. എത്ര വരിക? 2933 കിലോമീറ്റർ ആണ്. എത്രയാ വരിക? 2933 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം എത്രയാ വരുന്നത്? 2933. അപ്പൊ തെക്ക് വടക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് എത്ര വരും? 3214 കിലോമീറ്റർ ആണ് വരുന്നത്. ഇനി ഇന്ത്യയുടെ കര അതിർത്തി ചോദിക്കുകയാണെങ്കിൽ അത് എത്രയാ വരുന്നത്? 15200 കിലോമീറ്റർ ആണ് കേട്ടോ. ഇന്ത്യയുടെ കര അതിർത്തിയായിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് എത്രയാ വരുന്നത്? 15200 കിലോമീറ്റർ ആണ്. പഠിച്ചു വെച്ചേക്കണം. ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ കര അതിർത്തി എത്രയാ വരുന്നത്? 15200 കിലോമീറ്റർ. ഈ പറഞ്ഞ 3 ഫാക്ട് ഒന്ന് പഠിച്ചു വെച്ചേ. ആദ്യം നമ്മൾ പറഞ്ഞത് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളമാണ് അല്ലെ? എത്രയായിരുന്നു അത്? 3214 കിലോമീറ്റർ ആണ്. കിഴക്ക് പടിഞ്ഞാറാണെങ്കിലോ 2933 കിലോമീറ്റർ ആണ്. ഇനി ഇന്ത്യയുടെ കര അതിർത്തി പറയുകയാണെങ്കിൽ അത് എത്രയായിരുന്നു? 15200 കിലോമീറ്റർ ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അതും പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ ഒന്ന് മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും അല്ലെ? ഇതാ നമ്മുടെ ഇന്ത്യ കിടക്കുന്നു. ഇവിടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ആരുണ്ട്? നമ്മുടെ പാകിസ്ഥാൻ വരുന്നുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ച് ഭാഗം മാത്രമായിട്ട് നിൽക്കുന്ന അഫ്ഗാനിസ്ഥാൻ ഉണ്ട് അല്ലെ? അഫ്ഗാനിസ്ഥാനുമായിട്ട് നമുക്ക് കുറഞ്ഞ കരതിർത്തി മാത്രമേ ഉള്ളൂ. അപ്പൊ പാകിസ്ഥാൻ വരുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ആരുണ്ട്? അഫ്ഗാനിസ്ഥാൻ ഉണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആര് വരുന്നുണ്ട്? ചൈന വരുന്നുണ്ട്. അതിന്റെ അവിടെ തന്നെ ആരുണ്ട്? നേപ്പാളും ഉണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ അവിടെ ഭൂട്ടാൻ വരുന്നുണ്ട്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കിഴക്ക് ഭാഗത്തോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ ആര് വരുന്നുണ്ട്? മ്യാൻമാറും. പിന്നെ ഇതിന്റെ ഇടയിൽ കിടക്കുന്ന ഒരാളുണ്ട്. അതാണ് ബംഗ്ലാദേശും. അപ്പൊ ഇത്രയും രാജ്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പിക്ചർ മനസ്സിലുണ്ടായാൽ മതി. നിങ്ങൾ കാണാതെ പഠിക്കൊന്നും വേണ്ട. ജസ്റ്റ് നോക്കാം. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ആരുള്ളത്? പാകിസ്ഥാൻ ഉള്ളത്.
അവിടെ നിന്ന് കുറച്ച് മുകളിലോട്ടേ പോയി കഴിഞ്ഞാൽ അവിടെ ആരുണ്ട്? അഫ്ഗാനിസ്ഥാൻ ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ രാജ്യം കിട്ടി. ഇനി മൂന്നാമത് ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആര് വരുന്നുണ്ട്? ചൈന വരുന്നുണ്ട്. അവിടെ തൊട്ട് താഴെയായിട്ട് ആരുണ്ട്? നേപ്പാളുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ അവിടെ ഭൂട്ടാന് വരുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് കിഴക്കോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ആരാണ്? മ്യാൻമാറും. പിന്നെ ഇതിന്റെ ഇടയിൽ കിടക്കുന്ന ഒരാളുണ്ട്, അതാണ് ബംഗ്ലാദേശ്. ഓക്കെ, ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം കൂടിയാണ് ഏത്? ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. വളരെ കുറച്ച് കരാതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിച്ചാൽ അത് ഏതാണ്? അത് അഫ്ഗാനിസ്ഥാൻ ആണ്. അല്ലെ, നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഈ ബംഗ്ലാദേശ് നമ്മൾ മുഴുവനായിട്ട് അങ്ങ് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അത്രയും കൂടുതൽ കരാതിർത്തിയാണ് ആരുമായിട്ട് പങ്കിടുന്നത്? ബംഗ്ലാദേശുമായിട്ട് പങ്കിടുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിൽ കിട്ടുമല്ലോ. അപ്പൊ ഒന്ന് ആലോചിച്ച് പറഞ്ഞേ, ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാന്, അതിന് മുകളില് അഫ്ഗാനിസ്ഥാന്, പിന്നെ ഇങ്ങോട്ടേക്ക് വരിക ചൈന, പിന്നെ അതിന് താഴെ ആരാ? നേപ്പാൾ വരുന്നുണ്ട്, ഭൂട്ടാൻ വരുന്നുണ്ട്, മ്യാൻമർ വരുന്നുണ്ട്, ബംഗ്ലാദേശ് വരുന്നുണ്ട്. അല്ലെ, ഈ 7 രാജ്യങ്ങളുമായിട്ടാണ് നമ്മൾ കര അതിർത്തി പങ്കിടുന്നത്. ഓക്കെ ആണല്ലോ, കിട്ടുമല്ലോ. ഇനി അടുത്തത് ഇന്ത്യയുമായിട്ട് സമുദ്ര അതിർത്തി പങ്കിടുന്ന 2 രാജ്യങ്ങൾ കൂടിയുണ്ട്. അതെല്ലാവർക്കും കിട്ടുന്നതാണ് അല്ലെ. നമ്മുടെ ശ്രീലങ്കയും വരുന്നുണ്ട്, അതുപോലെ തന്നെ മാലിദ്വീപും വരുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യ സമുദ്ര അതിർത്തിയുമായി പങ്കിടുന്നത് എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണത്? ശ്രീലങ്കയും പിന്നെ ഏതാണ്? മാലിദ്വീപുമാണ്. ഓർത്തു വെക്കാലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചോദിച്ചാൽ അതെല്ലാവർക്കും അറിയില്ലേ, ചൈനയാണ്. അപ്പൊ ചൈന എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. ചൈനയുടെ പ്രത്യേകത എന്താണ്? ഏറ്റവും വലിയ രാജ്യമാണ് അല്ലെ. കരാതിർത്തി പങ്കിടുന്നതിലെ ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാൽ അത് ചൈനയാണ്. എന്നാൽ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ചോദിച്ചാൽ അതേതാണ്? അത് മാലിദ്വീപാണ്. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചോദിച്ചാൽ അത് ചൈനയാണ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ചോദിച്ചാൽ അതേതാണ്? മാലിദ്വീപുമാണ്. ഓക്കെ, അതുപോലെ ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യമാണെങ്കിലോ അതേതാണ്? നമ്മൾ പറഞ്ഞില്ലേ, ഏതാണ്? ബംഗ്ലാദേശ് ആണ് അല്ലെ. ബംഗ്ലാദേശ് ആണ് ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെച്ചേക്കാം. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് കുറച്ച് അതിർത്തി രേഖകളാണ്. ഇത് എപ്പോഴും ഇങ്ങനെ ചോദ്യമായിട്ട് വരാറുണ്ട്. നമ്മുടെ സിലബസിൽ തന്നെ ആ ഒരു ടോപ്പിക് അവിടെ പറയുന്നുണ്ട് അല്ലെ, അതിർത്തി രേഖകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? റാഡ് ക്ലിഫ് ലൈൻ ആണ്. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിലുള്ള അതിർത്തി രേഖ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? റാഡ് ക്ലിഫ് ലൈൻ ആണ്. ഇനി ഇന്ത്യ ചൈന അതിർത്തി രേഖ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാ? മക്മോഹൻ രേഖയാണ്. മക്മോഹൻ ഇന്ത്യ ചൈന. ഇന്ത്യ പാകിസ്ഥാൻ ആണെങ്കിൽ റാഡ് ക്ലിഫ് ലൈന്, ഇന്ത്യ പാകിസ്ഥാൻ ആണെങ്കിൽ റാഡ് ക്ലിഫ് ലൈന്, ഇന്ത്യ ചൈനയാണെങ്കിലോ മക്മോഹൻ രേഖയാണ്. എന്നാൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ ചോദിച്ചാൽ അതേതാണ്? അത് ഡ്യൂറന്റ് രേഖയാണ്. എന്താണ്? ഡ്യൂറന്റ് രേഖ. അതുപോലെ ഇന്ത്യയും ശ്രീലങ്കയും ഇത് ഒരുപാട് തവണ ചോദിച്ചതാണ്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള അതിർത്തി രേഖ ചോദിച്ചാൽ അതേതാണ്? അതാണ് പാക് കടലിടുക്ക് എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു പേര് മാത്രമാണ് കുറച്ച് വ്യത്യാസമുള്ളത്. അപ്പം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള അതിർത്തി രേഖ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? പാക് കടലിടുക്കാണ്. അതുപോലെ തന്നെയാണ് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള അതിർത്തി രേഖയാണെങ്കിലോ അതിനെ പറയുന്നതാണ് 8 ഡിഗ്രി ചാനൽ. 8 ഡിഗ്രി ചാനലാണ് അവരുടെ അതിർത്തി രേഖ എന്ന് പറയുന്നത്. ഓക്കെ, കൃത്യമായിട്ട് പഠിക്കാം. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് തരാം, എന്നിട്ട് നിങ്ങൾ സ്വയം മനസ്സിലേക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കണം കേട്ടോ. ആദ്യം പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ചോദിച്ചാൽ അതേതാണ്? റാഡ് ക്ലിഫ് ലൈൻ ആണ്. എന്തായിരുന്നു പേര്? റാഡ് ക്ലിഫ് ലൈൻ. ഇനി ഇന്ത്യയും ചൈനയും ആണെങ്കിലോ അത് മക്മോഹൻ രേഖയാണ്. എന്താണ്? മക്മോഹൻ രേഖയാണ്. ഇനി ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ആണെങ്കിലോ അതെന്തായിരുന്നു? ഡ്യൂറന്റ് രേഖ. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ആണെങ്കിൽ ഡ്യൂറന്റ് രേഖയാണ്. പിന്നെ 2 വ്യത്യസ്തമായിട്ടുള്ളത്, ഇന്ത്യയും ശ്രീലങ്കയാണെങ്കിൽ പാക് കടലിടുക്കും, ഇന്ത്യയും മാലിദ്വീപും ആണെങ്കിൽ ഏതായിരുന്നു? 8 ഡിഗ്രി ചാനല്. കിട്ടുമല്ലോ, ഓർത്തെടുത്ത് മനസ്സിലുണ്ടാവണേ. കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് തരും, അപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കണം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഇന്ത്യയുടെ വടക്കേയറ്റം തെക്കേയറ്റം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. നോക്കാം നമുക്ക്. ആദ്യം തന്നെ ഇന്ത്യയുടെ വടക്കേ അറ്റമാണ്. ഏതാണ് നമ്മുടെ ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് പറയുന്നത്? ഏതാണ്? ഇന്ദിരാകോൾ ആണ് കേട്ടോ. ഇന്ത്യയുടെ വടക്കേ അറ്റം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇന്ദിരാകോൾ ആണ്, ലഡാക്കിലാണ്. അപ്പൊ ഇന്ത്യയുടെ വടക്കേ അറ്റം ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? ഇന്ദിരാകോൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ തെക്കേ അറ്റം ചോദിച്ചാൽ അതേതാണ്? അതാണ് ഇന്ദിരാ പോയിന്റ്. നമ്മുടെ ഗ്രേറ്റ് നിക്കോബാറിലാണ് ഇന്ദിരാ പോയിന്റ് ഉള്ളത്. അതാണ് നമ്മുടെ ഇന്ത്യയുടെ തെക്കേ അറ്റം എന്ന് പറയുന്നത്. പിഗ്മാലിയൻ പോയിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? ഇന്ദിരാ പോയിന്റ് ആണ്. ഓർത്തു വെച്ചേക്ക, ഇന്ത്യയുടെ വടക്കേ അറ്റമാണെങ്കിൽ അത് ഇന്ദിരാകോൾ.
കോള് അല്ലെ, രണ്ടും ഇന്ദിരയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ദിര കോൾ ആണെങ്കിൽ വടക്ക്. ഓക്കെ, നമ്മൾ പറയാറുണ്ട് അല്ലെ, മുകളിൽ നിന്ന് കോള് വന്നു എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ മുകളില് എന്ന രീതിയിൽ വടക്ക് ആലോചിക്കുക. കോള് വരിക അല്ലെ, ഇന്ദിര കോള് ഇന്ത്യയുടെ വടക്കേ അറ്റമാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റമാണെങ്കിൽ അതേതാണ്? ഇന്ദിര പോയിന്റ് അല്ലെങ്കിൽ പിഗ്മാലിയൻ പോയിന്റ് എന്നൊക്കെ പറയും. അതെവിടെയാ വരുന്നതെന്ന് അറിയോ? അത് നമ്മുടെ ഗ്രേറ്റ് നിക്കോബാറിലാണ്. നമുക്കറിയാലേ, ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറി ഉണ്ട്. അവിടെ വരുന്ന ഗ്രേറ്റ് നിക്കോബാറിലാണ് ഏതുള്ളത്? ഇന്ദിര പോയിന്റ് ഉള്ളത്. അതാണ് നമ്മുടെ ഇന്ത്യയുടെ തെക്കേ അറ്റം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കിഴക്കും പടിഞ്ഞാറും ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, ഇന്ത്യയുടെ കിഴക്കേ അറ്റം ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? അതാണ് കിബിത്തു. നമ്മുടെ അരുണാചൽ പ്രദേശിലെ കിബിത്തു ആണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റം എന്ന് പറയുന്നത്. അത് കുറച്ച് എളുപ്പമാണ് അല്ലെ, കാരണം എന്താ? കിഴക്ക് കിബിത്തു അങ്ങനെ പഠിച്ചാൽ മതി. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു, ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു. എന്നാൽ ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ചോദിച്ചാൽ അതേതാണ്? പടിഞ്ഞാറ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഗുജറാത്ത് ഒക്കെ ആ ഭാഗത്തല്ലേ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗുഹാർ മോത്തിയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഗുജറാത്തിലുള്ള ഗുഹാർ മോത്തിയാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം എന്ന് പറയുന്നത്. കിഴക്കും പടിഞ്ഞാറും എല്ലാവർക്കും അറിയൂലേ, മാറിപ്പോകരുത്. ഇതാണ് വടക്ക്, ഇന്ത്യയുടെ വടക്ക്. ഇതാണ് തെക്ക്. ഓക്കെ, ഈ ഭാഗമാണ് കിഴക്ക്, ഈ ഭാഗമാണ് പടിഞ്ഞാറ്. ഇപ്പോഴും പല ആളുകൾക്കും പടിഞ്ഞാറും കിഴക്കും മാറിപ്പോകാറുണ്ട്. അപ്പൊ മാറിപ്പോകാതെ പഠിക്കണം കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം എന്ന് പറയുന്നത് ഏതാണ്? ഗുഹാർ മോത്തിയാണ്. നമ്മുടെ ഗുജറാത്ത് ഒക്കെ എവിടെയാ വരുന്നത്? പടിഞ്ഞാറ് ഭാഗത്തല്ലേ. അപ്പൊ ഈ പറയുന്ന ഗുജറാത്തുള്ള ഗുഹാർ മോത്തിയാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം ചോദിച്ചാൽ അതേതാണ്? അത് കിബിത്തു ആണ്. അതെവിടെയാണ് വരുന്നത്? അരുണാചൽ പ്രദേശിലാണ്. ഇനി ചോദിക്കുകയാണ്, ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം എന്ന് ചോദിച്ചാൽ അത് കന്യാകുമാരിയാണ് കേട്ടോ. നമ്മളിപ്പോ ഓൾറെഡി ഇവിടെ മുഴുവൻ എഴുതിയിട്ടില്ല അല്ലെ, തെക്കേ അറ്റമാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഇന്ത്യയുടെ തെക്കേ അറ്റം എന്ന് ചോദിച്ചാൽ അതെന്താ നമ്മൾ പറഞ്ഞത്? ഇന്ദിര പോയിന്റ് ആണ്. എന്നാൽ ചോദിക്കുന്നത് ഇങ്ങനെയാണെന്ന് കരുതുക, ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം ഏത് എന്ന് ചോദിച്ചാൽ അതെന്താണ്? കന്യാകുമാരിയാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം, നമ്മുടെ കന്യാകുമാരിയാണ് ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടല്ലോ. ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം, ഒക്കെ കിട്ടുന്നുണ്ടോ നോക്കാട്ടോ. ഇന്ത്യയുടെ വടക്കേ അറ്റം ഏതായിരുന്നു? ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോള് എവിടെയാണ് വരുന്നത്? ലഡാക്ക് ആണ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതായിരുന്നു? ഇന്ദിര പോയിന്റ് അഥവാ പിഗ്മാലിയൻ പോയിന്റ് നമ്മുടെ ഗ്രേറ്റ് നിക്കോബാറിലുള്ളതാണ്. അതുപോലെ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റമാണ് ചോദിക്കുന്നതെങ്കിലോ അതാണെങ്കിൽ കന്യാകുമാരിയാണ്. ഇനി ഇന്ത്യയുടെ കിഴക്കേ അറ്റം ചോദിച്ചാല് കിഴക്ക് കിബിത്തു ആണ് അല്ലെ, അരുണാചൽ പ്രദേശിലെ കിബിത്തു ആണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റം എന്ന് പറയുന്നത്. പിന്നെ പടിഞ്ഞാറേ അറ്റം ചോദിച്ചാല് ഗുജറാത്ത് ഭാഗമാണ് അല്ലെ, അപ്പൊ ഗുജറാത്തിലുള്ള ഗുഹാർ മോത്തിയാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണമാണ്. എത്ര സംസ്ഥാനങ്ങൾക്കാണ് കടൽ തീരം ഉള്ളത്? എത്രണ്ണം ഉണ്ട്? 9 സംസ്ഥാനങ്ങൾക്കാണ് കേട്ടോ. ചോദിക്കാറുണ്ട്, ഏതൊക്കെയാണെന്നൊന്നും ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. ജസ്റ്റ് നിങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് ഓർത്തു വെച്ചാൽ മതി. അപ്പം ഇന്ത്യയിൽ കടൽ തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 9 സംസ്ഥാനങ്ങൾക്കാണ് കടൽ തീരമുള്ളത് എന്ന് ഓർത്തു വെച്ചേക്കാം. ഒറ്റ സെക്കൻഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് ഏതാണ്? ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ഗുജറാത്ത് ആണ് അല്ലെ. ഗുജറാത്ത് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനം ചോദിച്ചാലോ അത് ഗോവയാണ്. ഓക്കെ, ഗോവയാണ് ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനം എന്ന് പറയുന്നത്. ഒരു ചെറിയ സംസ്ഥാനം അല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് ഏതാണ്? ഗോവയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് ഗുജറാത്ത് ആണെങ്കിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ളത് ചോദിച്ചാൽ അതേതാണ്? ഗോവയാണ്. ഇനി അടുത്തത് ഇന്ത്യയുടെ മാനക രേഖാംശം. ഒരുപാട് തവണ സ്ഥിരമായിട്ട് ചോദ്യമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ മാനക രേഖാംശം. ഓക്കെ, ഏതാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായിട്ട് പറയുന്നത്? 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ് കേട്ടോ. പഠിച്ചു വെച്ചേക്ക, 1 മാർക്ക് ഉറപ്പാണ്. 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായിട്ട് പറയുന്നത്. എത്രയാണ്? 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായിട്ട് പറയുന്നത്. ഇന്ത്യയുടെ മാനക രേഖാംശമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ സമയ മേഖലകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 1 ആണ് കേട്ടോ. ഇന്ത്യയിലെ സമയ മേഖലകൾ എന്ന് പറയുന്നത് ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടുന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് പറയുന്നത് ഗ്രീൻവിച്ച് സ്റ്റാൻഡേർഡ് സമയത്തെക്കാളും എത്ര മുന്നിലാണെന്ന് ചോദിക്കാറുണ്ട്. ഇതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ്. എത്രയാണ്? 5.5 മണിക്കൂർ അല്ലെ. നമ്മൾ 5.5 മണിക്കൂർ മുന്നിലാണ്. അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് പറയുന്നത് ഗ്രീൻവിച്ച് സമയത്തെക്കാളും എത്ര മുന്നിലാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 5.5 മണിക്കൂർ നമ്മൾ മുന്നിലാണ് കേട്ടോ. 5.5 മണിക്കൂർ നമ്മൾ മുന്നിലാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് പറയുന്നത് ഗ്രീൻവിച്ച് സമയത്തിനേക്കാളും 5.5
മണിക്കൂർ നമ്മൾ എന്താണ് മുന്നിലാണ്. ഓക്കെ, ഇന്ത്യയിലെ സമയ മേഖലകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 1 ഓക്കെ, ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് അറ്റങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം ചോദിച്ചാൽ അത് എത്രയാ? 2 മണിക്കൂറാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ അരുണാചൽ പ്രദേശും ഗുജറാത്തും എടുത്തു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ എത്രയാ? 2 മണിക്കൂറാണ്. മനസ്സിലാക്കുക, ഇന്ത്യയുടെ കിഴക്കും അതുപോലെ തന്നെ പടിഞ്ഞാറ് അറ്റങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാ വരുന്നത്? 2 മണിക്കൂറാണ്. എത്രയാണ്? 2 മണിക്കൂർ. എന്നാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തിനേക്കാൾ എത്ര മുന്നിലാണെന്ന് ചോദിച്ചാൽ നമ്മൾ എത്രയാണ്? 5.5 മണിക്കൂർ നമ്മൾ മുന്നിലാണ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ അടുത്ത് നോക്കാം, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ. ഇതൊക്കെ സ്ഥിരം ചോദ്യങ്ങളാണ് കേട്ടോ, പഠിക്കണേ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ചോദിച്ചാൽ അത് ഏതാണ്? ഉത്തരായന രേഖയാണ്. ഉത്തരായന രേഖ എത്രയാണ്? 23.5 ഡിഗ്രി വടക്കാണ്. ഓർത്തു വെച്ചേക്കണം, നമ്മുടെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഉത്തരായന രേഖയാണ്. ഉത്തരായന രേഖ ഏതാണ് വരുന്നത്? 23.5 ഡിഗ്രി വടക്ക്. 23.5 ഡിഗ്രി വടക്കാണ് നമ്മുടെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖയായിട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ചോദിക്കുന്ന, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഏതൊക്കെയാണ് ആ സംസ്ഥാനങ്ങൾ? നമ്മുടെ ഗുജറാത്ത്, രാജസ്ഥാന്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. എന്തെങ്കിലും ഒരു കോഡ് അറിയാമെങ്കിൽ അത് വെച്ച് പഠിക്കാം. ഗുര, മധ്യച്ച, ജാപത്രിമ എന്നൊക്കെ ഒരു കോഡൊക്കെയാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വേറെ എന്തെങ്കിലും കോഡ് വെക്കുക കേട്ടോ. അതായത് എല്ലാ സംസ്ഥാനങ്ങളുടെയും ആദ്യ അക്ഷരം എടുത്താൽ മതി. ഗുര, മധ്യച്ച, ജാപത്രിമ. അതാണ് ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖയാണ് ഏതെന്ന് പറയുന്നത്? ഉത്തരായന രേഖ. അതായത് 23.5 ഡിഗ്രി വടക്ക്. ഓക്കെ, ഈ രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാന്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഇത്രയും പറഞ്ഞ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും എടുത്ത കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നമ്മൾ ഇത്രയും എടുത്ത കാര്യങ്ങൾ ഒന്നും കൂടി നമുക്കൊന്ന് ഫാസ്റ്റ് ആയിട്ട് റിവൈസ് ചെയ്യാം. അപ്പൊ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കട്ടോ. നിങ്ങൾ കണ്ണടച്ചിങ്ങനെ ആലോചിക്കുക. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ ആൻസർ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ നോക്കുക. ഓക്കെ, വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ വീണ്ടും അതൊന്ന് റിവൈസ് ചെയ്തിട്ട് നിങ്ങൾ സ്പീഡിലൊന്ന് കേട്ടു പോവുക. ഓക്കെ, ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നും കൂടി, ഇത്രയും 20 മിനിറ്റ് ആയില്ലേ, ഒന്നും കൂടി ഒന്ന് സ്പീഡിൽ കേട്ടു പോവുക. ഇല്ലെങ്കിൽ നിങ്ങൾ നോട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് സ്പീഡിൽ വായിച്ചു പോവുക. ഓക്കെ, നമുക്കൊന്ന് ഫാസ്റ്റ് ആയിട്ട് റിവൈസ് ചെയ്യാം. നമ്മൾ ഏത് മുതലാണ് നോക്കിയത്? ഓക്കെ, ഇതൊക്കെ നോക്കിയല്ലോ അല്ലെ? നോക്കാം നമുക്ക്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്രയായിരുന്നു? ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ് അല്ലെ? അതുപോലെ തന്നെ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളമായിരുന്നുവെങ്കിലോ? കിഴക്ക് പടിഞ്ഞാറ് 2933 ആണ്. അതുപോലെ ഇന്ത്യയുടെ കര അതിർത്തി ചോദിച്ചാൽ എത്രയാ വരുന്നത്? ഇന്ത്യയുടെ കര അതിർത്തി 15,200 കിലോമീറ്റർ ആണ് അല്ലെ? 15,200 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കര അതിർത്തി എന്ന് പറയുന്നത്. അവിടെ തന്നെ നമ്മൾ പറഞ്ഞു, ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? മനസ്സിൽ ആ ഒരു പിക്ചർ വരണം. ആ ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആ ഒരു പിക്ചർ വരണം. ഏതൊക്കെ ഉണ്ടായിരുന്നു? നമ്മുടെ പാകിസ്ഥാൻ വരുന്നുണ്ട്, അതിന് മുകളിലായിട്ട് അഫ്ഗാനിസ്ഥാൻ വരുന്നുണ്ട്, പിന്നെ ആരാണ്? ചൈന, നേപ്പാള്, ഭൂട്ടാന്, പിന്നെ അപ്പുറത്തേക്ക് കിഴക്കോട്ടേക്ക് പോകുമ്പോ മ്യാൻമാർ വരുന്നുണ്ട്, പിന്നെ അതിന്റെ ഉള്ളിൽ കടന്ന് കളിക്കുന്ന ആള് ബംഗ്ലാദേശ്. ഇത്രയും രാജ്യങ്ങളാണ് ഇന്ത്യ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി സമുദ്ര അതിർത്തി പങ്കിടുന്ന 2 രാജ്യങ്ങളുണ്ട് അല്ലെ? ഏതൊക്കെയായിരുന്നു? മാലിദ്വീപും ഉണ്ട്, അതുപോലെ തന്നെ ശ്രീലങ്കയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചോദിച്ചാൽ അത് ഏതാണ്? അത് ചൈനയാണ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യമാണെങ്കിലോ അത് മാലിദ്വീപും ആണ്. ഇനി ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യമാണെങ്കിലോ അതേതാണ്? അത് ബംഗ്ലാദേശ് ആണ്. പിന്നീട് നമ്മൾ പഠിച്ചത് അതിർത്തി രേഖകളാണ് അല്ലെ? നമ്മൾ കുറച്ച് അതിർത്തി രേഖകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ മനസ്സിലേക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതായിരുന്നു? ഏതാണ്? റാഡ്ക്ലിഫ് ലൈൻ ആണ്. റാഡ്ക്ലിഫ് ലൈൻ ആണ്. അതുപോലെ ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണെങ്കിലോ അതേതായിരുന്നു? മക്മോഹൻ രേഖയാണ്. മക്മോഹൻ രേഖയാണ്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമാണെങ്കിൽ അത് ഡ്യൂറന്റ് രേഖയാണ്. ഡ്യൂറന്റ് രേഖ. ഇന്ത്യയും ശ്രീലങ്കയാണെങ്കിൽ പാക് കടലിടുക്കാണ്. മാറിപ്പോകരുതേ. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് പാക് കടലിടുക്ക്. എന്നാൽ ഇന്ത്യയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് 8 ഡിഗ്രി ചാനലാണ്. എത്രയാണ്? 8 ഡിഗ്രി ചാനൽ. ഇനി നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ? ഇന്ത്യയുടെ വടക്കേ അറ്റം, തെക്കേ അറ്റം, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ഇന്ത്യയുടെ വടക്കേ അറ്റം ചോദിച്ചാൽ അത് ഏതാണ്? ഇന്ത്യയുടെ വടക്ക്
കോള് മുകളിൽ നിന്നാ വരിക അല്ലെ, ഇന്ദിരാ കോള്. തെക്കാണെങ്കിൽ അതേതാണ്, ഇന്ദിരാ പോയിന്റ് ആണ് വരുന്നത്. എന്നാൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം ചോദിച്ചാൽ അതേതാണ്, അത് കന്യാകുമാരിയാണ്. ഇനി പടിഞ്ഞാറും കിഴക്കും നോക്കുക. പടിഞ്ഞാറാണെങ്കിൽ അവിടെ ഗുജറാത്താ വരുന്നത്. അപ്പൊ അവിടെയുള്ള സ്ഥലമാണ് ഗുഹാർ മോത്തി. അതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റമായിട്ട് പറയുന്നത്. ഇനി ഇന്ത്യയുടെ കിഴക്കേ അറ്റം ചോദിച്ചാൽ കിഴക്ക് കിബിത്തു അല്ലെ, അരുണാചൽ പ്രദേശിലെ കിബിത്തു ആണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റമായിട്ട് പറയുന്നത്. ഓക്കെ, പിന്നീട് നമ്മൾ കടൽ തീരവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്തായിരുന്നു അത്? കടൽ തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എത്രയാണ്, 9 സംസ്ഥാനങ്ങളിലൂടെയാണ് കടൽ തീരം പോകുന്നത് അല്ലെ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചോദിച്ചാൽ അതേതാണ്, ഗുജറാത്ത് ആണ്. ഏറ്റവും കുറവാണെങ്കിൽ അതേതാണ്, ഗോവയാണ്. ഗുജറാത്ത് ആണ് ഏറ്റവും കൂടുതൽ, ഏറ്റവും കുറവ് ചോദിച്ചാൽ അത് ഗോവയാണ്. ഇനി ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? 82.5 ഡിഗ്രി പൂർവ്വരേഖാംശം. 82.5 ഡിഗ്രി പൂർവ്വരേഖാംശമാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായിട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ സമയ മേഖലകളുടെ എണ്ണം ചോദിച്ചാൽ അത് എത്രയാണ്? 1 ആണ് അല്ലെ. ഇന്ത്യയിലെ സമയ മേഖലകളുടെ എണ്ണം 1 ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻവിച്ച് സമയത്തിനേക്കാൾ എത്ര മുന്നിലാണ് നമ്മൾ? എത്രയായിരുന്നു? 5.5 മണിക്കൂർ. 5.5 മണിക്കൂർ നമ്മൾ മുന്നിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? എത്ര സമയ വ്യത്യാസമാണുള്ളത്? 2 മണിക്കൂർ അല്ലെ. 2 മണിക്കൂറാണ്. അതൊക്കെ അവിടെ ഓർത്തു വെക്കാം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതായിരുന്നു? ഉത്തരായന രേഖയാണ്. 23.5 ഡിഗ്രി വടക്ക് ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പറഞ്ഞു ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ പറയുന്ന ഉത്തരായന രേഖ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞു അല്ലെ. ഏതൊക്കെയായിരുന്നു? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാള്, പിന്നെ ത്രിപുര വരുന്നുണ്ട്, മിസോറാം വരുന്നുണ്ട് അല്ലെ. ഇത്രയും സംസ്ഥാനങ്ങളിലൂടെയാണ് ഏത് കടന്നു പോകുന്നത്? ഉത്തരായന രേഖ കടന്നു പോകുന്നത്. അപ്പൊ ഇത്രയെടുത്ത കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് എടുക്കും, പിക്ചറിന്റെ രൂപത്തിൽ എടുക്കും. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങ് പഠിച്ചു വെച്ചേക്കാം. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നതോ മുൻ വർഷങ്ങൾ ചോദിച്ചതുമായിട്ടുള്ള ഓരോരോ ഫാക്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിര ചോദിച്ചാൽ അതേതാണ്? നമ്മുടെ ഹിമാലയമാണ് അല്ലെ. അതെല്ലാവർക്കും അറിയുന്നതാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയാണ് ഹിമാലയം എന്ന് പറയുന്നത്. എന്താ അതിന്റെ പ്രത്യേകത? ഏറ്റവും വലിയ മടക്ക് പർവ്വത നിര കൂടിയാണ് ഏത്? ഹിമാലയം എന്ന് പറയുന്നത്. എന്താ പ്രത്യേകത? ഏറ്റവും വലിയ മടക്ക് പർവ്വത നിര കൂടിയാണ് ഏത്? ഹിമാലയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത നിര കൂടിയാണ് ഏത്? ഹിമാലയം എന്ന് പറയുന്നത്. അപ്പൊ ഹിമാലയവുമായൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ പ്രിലിംസിന് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗമൊക്കെ എടുക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കാം. നമ്മൾ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര എന്ന് പറയുന്നത് ഹിമാലയമാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും വലിയ മടക്ക് പർവ്വത നിര കൂടിയാണ് ഹിമാലയം. അതുപോലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത നിര കൂടിയാണ് ഏതെന്ന് പറയുന്നത്? ഹിമാലയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹിമാലയം നിർമ്മിച്ചിരിക്കുന്നത് ഏത് തരം ശിലകളാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം അതേതാണ്? അവസാദ ശിലകളാണ്. നമുക്ക് ശിലകളൊന്നും പരീക്ഷയിൽ സിലബസിൽ വരുന്ന കാര്യമല്ല, പക്ഷെ ഈ ഒരു കാര്യം അവിടെ ഓർത്തു വെച്ചേക്കാം. ഹിമാലയം എന്ന് പറയുന്നത് അവസാദ ശിലകളാൽ നിർമ്മിച്ചിരിക്കുന്നതാണെന്ന് ഓർത്തു വെച്ചേക്കാം. അതുപോലെ തന്നെ ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ഏത് പർവ്വത നിരയാണെന്ന് ചോദിക്കാം. ഏതാണത്? പാമീർ ആണ്. ഓർത്തു വെച്ചേക്ക. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ഏത് പർവ്വത നിരയാണ്? പാമീർ പർവ്വത നിരയാണ്. ഓക്കെ, ഇനി ഹിമാലയവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിക്കപ്പെടുന്ന പർവ്വത നിര ഏത് എന്ന് ചോദിക്കും. ഏതാണത്? ഹിമാദ്രിയാണ്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാ വരുന്നത്? ഹിമാദ്രിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇന്നർ ഹിമാലയ, ഗ്രേറ്റർ ഹിമാലയ ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ഹിമാദ്രിയാണ്. ഓർത്തു വെച്ചേക്കാം. ഇന്നർ ഹിമാലയ, ഗ്രേറ്റർ ഹിമാലയ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഈ പറയുന്ന ഹിമാദ്രിയാണ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? അത് കാഞ്ചൻജംഗയാണ്. ഓർത്തു വെച്ചേക്കണേ. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അത് മൗണ്ട് എവറസ്റ്റ് ആണ്. എന്നാൽ ഇവിടെ ഓർത്തു വെച്ചേക്കേണ്ടത് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ അത് ഏതാണ്? കാഞ്ചൻജംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അത് മൗണ്ട് കെ2 ആണ് അല്ലെ. പക്ഷെ അത് പൂർണ്ണമായിട്ടും ഇന്ത്യയിലല്ല സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ അത് ഏതാണ്? കാഞ്ചൻജംഗയാണ്. സിക്കിമിലാണ് കേട്ടോ. അപ്പൊ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗ. നമ്മൾ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. ചോദിക്കാറുണ്ട്
പീക്ക് 15 എന്നറിയപ്പെടുന്ന കൊടുമുടി ഏതാന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. മൗണ്ട് എവറസ്റ്റിന്റെ നീളം എത്രയാണ്? 8848.86 മീറ്റർ ആണ് കേട്ടോ. ഓർത്തു വെച്ചേക്കണേ, 8848.86 മീറ്റർ ആണ് എന്തിന്റെ? മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ മൗണ്ട് എവറസ്റ്റ് ആണ്. പീക്ക് 15 എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഹിമാചലുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വത നിര ഏത് എന്ന് ചോദിക്കും. അതേതാണ്? അത് ഹിമാചലാണ്. നമ്മൾ പറഞ്ഞു ഇന്നർ ഹിമാലയ, അതുപോലെ ഗ്രേറ്റർ ഹിമാലയ, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. എന്നാൽ ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്നതാണെങ്കിൽ അതേതാ? ഹിമാചലാണ്. മാറിപ്പോലല്ലോ. ഓക്കെ, ഇനി അടുത്തത് ദൈവങ്ങളുടെ താഴ്വര. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ കുളു താഴ്വരയാണ് കേട്ടോ. കുളു താഴ്വരയെയാണ് ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടാറുള്ളത്. അതുപോലെ തന്നെ ഇവിടുന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏതാണത്? മസൂറിയാണ് കേട്ടോ. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാല് മസൂറിയാണ്. എന്നാൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് കരുതുക, സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് ചോദിച്ചാൽ അതേതാണ്? അത് കൊടൈക്കനാലാണ്. മാറിപ്പോകരുതേ. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയാണെങ്കിൽ സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് ഏതാണ്? കൊടൈക്കനാലാണ്. ഓക്കെ, ഇനി അടുത്തത് ഇന്ത്യയുടെ ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്നത് ഏതാണ്? ധർമ്മശാലയാണ്. ഇന്ത്യയുടെ ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്നത് ധർമ്മശാല അല്ലെ, ആ പേരിൽ തന്നെയുണ്ട്. ലിറ്റിൽ ലാസ, ധർമ്മശാല. ലിറ്റിൽ ലാസ, ധർമ്മശാല. ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് സിവാലിക് ആണ് കേട്ടോ. നമ്മൾ ഇന്നർ, ഗ്രേറ്റർ പറഞ്ഞു, ലെസ്സറും പറഞ്ഞു. ഇനി ഔട്ടർ ഹിമാലയ ഉണ്ട്. ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ സിവാലിക് ആണ് കേട്ടോ. അവിടെയൊക്കെ നമ്മള് ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് അവിടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അവിടെ ഓർത്തു വെച്ചാൽ മതി. ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ചോദിച്ചാൽ അതേതാണ്? സിവാലിക് ആണ്. ശിവന്റെ തിരുമുടി എന്ന അർത്ഥം വരുന്ന ഒരു പർവ്വതനിര കൂടിയാണ് ഏത്? സിവാലിക്. സിവാലിക് എന്ന പേര് തന്നെ എന്താണ്? ശിവന്റെ തിരുമുടി എന്നതാണ് കേട്ടോ. അപ്പൊ ശിവന്റെ തിരുമുടി എന്ന അർത്ഥത്തിൽ വരുന്ന പർവ്വതനിര ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? സിവാലിക് ആണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ചോദിച്ചാൽ അതേതാണ്? കാരക്കോറം പർവ്വതനിരയാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കണം. മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണത്? കാരക്കോറം പർവ്വതനിരയാണ്. ഓക്കെ അല്ലേ? അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി റിവൈസ് ചെയ്തുതരാം, ഒക്കെ മനസ്സിലുണ്ടാവണം. നമ്മൾ ആദ്യം പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഏതാണ്? ഹിമാലയമാണ്. ഏറ്റവും വലിയ മടക്ക് പർവ്വതനിര കൂടിയാണ് ഏതെന്ന് പറയുന്നത്? ഹിമാലയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിര കൂടിയാണ് ഏത്? ഹിമാലയം എന്ന് പറയുന്നത്. അവസാദ ശിലകളാലാണ് നിർമ്മിതമായിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത്? ഹിമാലയം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പർവ്വതനിരയുണ്ട് അല്ലെ. ഏതായിരുന്നു അത്? ഹിമാലയത്തിന്റെ നട്ടെല്ല് ഹിമാദ്രിയാണ്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് ചോദിച്ചാല് ഹിമാദ്രിയാണ്. ഹിമാദ്രിയുടെ പ്രത്യേകത എന്താണ്? ഇന്നർ ഹിമാലയ, അതുപോലെ ഗ്രേറ്റർ ഹിമാലയ, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഹിമാദ്രിയാണ്. എന്നാൽ ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ഏതായിരുന്നു? അത് ഹിമാചലാണ് അല്ലെ. ഹിമാചലാണ് ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്നത്. ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്നതാണെങ്കിൽ അത് സിവാലിക് ആണ്. മാറരുതേ, കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കുക. ഇനി പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ട് നമ്മൾ പറഞ്ഞത് ഏതാണ്? അത് കാഞ്ചൻജംഗയാണ്. സിക്കിമിലാണ് കാഞ്ചൻജംഗ. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് മൗണ്ട് കേറ്റു ആണ്. അത് ഏത് പർവ്വതനിരയിലാണ്? കാരക്കോറം പർവ്വതനിരയിലാണ്. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു മൗണ്ട് എവറസ്റ്റ് ആണ്. 8848.86 മീറ്റർ ആണ് അതിന്റെ ഉയരം. അതുപോലെ പീക്ക് 15 എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? മൗണ്ട് എവറസ്റ്റ് തന്നെയാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു അല്ലെ. ഏതായിരുന്നു അത്? മസൂറി. റാണി മസൂറി. എന്നാൽ സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് കൊടൈക്കനാലാണ് അല്ലെ. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലാണ്. ഇനി ഇന്ത്യയുടെ ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇന്ത്യയുടെ ലിറ്റിൽ ലാസ ധർമ്മശാല. ഇന്ത്യയുടെ ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്നത് ധർമ്മശാലയും. അതുപോലെ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? ഔട്ടർ ഹിമാലയ നമ്മൾ പറഞ്ഞില്ലേ സിവാലിക് ആണ്. മൗണ്ട് കേറ്റ് ചോദിച്ചാൽ അത് ഏത് പർവ്വതനിരയിലാണ്? കാരക്കോറമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് മറ്റു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയിട്ടുള്ള ചുരങ്ങളാണ്. നമ്മുടെ പുതിയ SCRT കുറച്ചധികം ചുരങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ പഠിച്ചിരിക്കണം. നോർമലി ഒരു 3-4 ഉണ്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്.
അപ്പൊ അതിൽ നിന്ന് കുറച്ചും കൂടി കൂടുതലായിട്ട് നമ്മളെ പുതിയ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളായിരിക്കും. നമുക്ക് നോക്കാം ഓരോരോ ചുരങ്ങളായിട്ട്. ആദ്യം സോജില ചുരമാണ്. അപ്പൊ സോജില ചുരം ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏത്? സോജില ചുരം എന്ന് പറയുന്നത്. അപ്പൊ ശ്രീനെയും കാർഗിലിനെയും അല്ലെ, ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സോജില ചുരം. എന്നാൽ ബനിഹാൽ ചുരം, ഇതൊക്കെ പഠിക്കണം കേട്ടോ, ഇതൊക്കെ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ബനിഹാൽ ചുരം ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ്. ജമ്മുവിനെയും കാശ്മീരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത്? ബനിഹാൽ ചുരം എന്ന് പറയുന്നത്. അപ്പൊ ബനിഹാൽ ആണെങ്കിൽ ജമ്മുവിനെയും കാശ്മീരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗാർദുംഗ്ല ചുരം ആണെങ്കിൽ ലേയെയും സിയാച്ചിൻ ഗ്ലേസിയറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് ഏത്? ഗാർദുംഗ്ല ചുരം. പറ്റുവാണെങ്കിൽ ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിടുക, അല്ലെങ്കിൽ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സ്ഥലത്തൊക്കെ ഒന്ന് ഒട്ടിച്ച് വെച്ചേക്കുക. എന്നിട്ട് ഡെയിലി ഇതിങ്ങനെ കാണുമ്പോൾ അത് തന്നെ അങ്ങ് പഠിച്ചു പോയിക്കോളും. പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കോഡൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും കഥയുടെ രൂപത്തിലൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അത് പഠിച്ചെടുക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കുക, സോജില ചുരം നമ്മൾ പറഞ്ഞു ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. ബനിഹാൽ ആണെങ്കിലോ അത് എളുപ്പമാണ് അല്ലെ, ജമ്മുവിനെയും കാശ്മീരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ബനിഹാൽ. എന്നാൽ ലേയെയും സിയാച്ചിൻ ഗ്ലേസിയറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏതാണ്? അത് ഗാർദുംഗ്ല ചുരമാണ്. അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചുരമുണ്ട്. ഏതാണത്? അതാണ് ഷിപ്കില ചുരം എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏതാണ്? ഷിപ്കില ചുരമാണ്. ഇനി അടുത്തത് നമ്മുടെ കുളു, ലാഹുൽ എന്നീ സ്ഥലങ്ങളെയും സിപ്തി താഴ്വരയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് റോഹ്താങ് ചുരം എന്ന് പറയുന്നത്. ഏതിനൊക്കെയാണ്? കുളു, ലാഹുൽ, അതുപോലെ തന്നെ സിപ്തി താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ചോദിച്ചാൽ അതേതാണ്? റോഹ്താങ് ചുരമാണ്. ഇനി ബാരാലാച്ച ചുരം ആരൊക്കെയാണ്? ലാഹുലിനെയും ലഡാക്കിനെയും അല്ലെ, ലാഹുലിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഒരു ബാരാലാച്ച ചുരമാണെന്ന് ഓർത്തു വെച്ചേക്കുക. ബാരാലാച്ച, ലാഹുൽ, ലഡാക്ക്. ബാരാലാച്ച, ലാഹുൽ, ലഡാക്ക്. അതുപോലെ ബോദില ചുരം, അതൊക്കെ എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. നമ്മുടെ അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഏത്? ബോദില ചുരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ലിപുലേക്കും നാദുലയും. നാദുലയാണ് സ്ഥിരം വരുന്നത്. നാദുല ചുരം ആരൊക്കെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? സിക്കിം ടു ടിബറ്റ് ആണ്. സിക്കിം ടു ടിബറ്റ് സ്ഥിരം പഠിക്കണം കേട്ടോ. എന്തൊക്കെ ഇതൊന്നും പഠിക്കാൻ കിട്ടിയില്ലെങ്കിലും സിക്കിം ടു ടിബറ്റ് എങ്കിലും പഠിച്ചു വെച്ചേക്കണം. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏത്? നാദുല ചുരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജൽപില ചുരം എന്ന് പറയുന്ന ചുരം ഏതൊക്കെ സ്ഥലങ്ങളെയാണ്? സിക്കിമിനെയും ലാസയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത്? ജൽപില ചുരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലിപുലേക്ക് ആണെങ്കിലോ ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചുരമാണ് ലിപുലേക്ക് ചുരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കാം. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. സോജില ചുരം ആണെങ്കിൽ ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. ബനിഹാൽ ആണെങ്കിൽ എന്താണ്? ജമ്മുവിനെയും കാശ്മീരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ്. ഗാർദുംഗ്ല ആണെങ്കിൽ ലേയെയും അതുപോലെ സിയാച്ചിൻ ഗ്ലേസിയറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. ഷിപ്കിലയാണെങ്കിലോ ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയാണ് തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. റോഹ്താങ് ആണെങ്കിൽ കുളു, ലാഹുലും സപ്തി താഴ്വരയെയാണ് ബന്ധിപ്പിക്കുന്നത്. പിന്നെ ബാരാലച്ചില ലാഹുൽ ടു ലഡാക്ക് ആണ്. അതുപോലെ ബോദിലയാണെങ്കിൽ അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയാണ് ബന്ധിപ്പിക്കുന്നത്. ലിപുലേക്ക് ആണെങ്കിൽ ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയാണ് ബന്ധിപ്പിക്കുന്നത്. പിന്നെ ജൽപിലയും നാദുലയും രണ്ടും സിക്കിമിലാണ് തുടങ്ങുന്നത്. ജൽപിലയാണെങ്കിൽ സിക്കിമിനെ ലാസയുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. നാദുലയാണെങ്കിൽ സിക്കിമിനെ ടിബറ്റുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം? റിവൈസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പൊ ഇത്ര എടുത്ത കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ടൈം ടേബിളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ ക്ലാസ് ചിലപ്പോൾ ഒന്നും കൂടി അഡീഷണൽ വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനൽ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ തന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.